എന്നാലും ചേച്ചി ഒരാളുള്ള വീടിന്റെ അകത്ത് കയറിയിരിക്കുന്നത് ശരിയാണോ? എവിടെ അവര് ചെന്ന് ഇപ്പതേ എന്നോട് വിളിച്ചു പറഞ്ഞു. അവര് ചെന്നപ്പോ ചേച്ചി ഇറങ്ങി വരുവാ വാതില ഉള്ളടത്ത്. ചാക്കിയാൻ നോക്കി, പക്ഷെ അവര് പറയുന്ന അവരുടെ വീടിന്റെ അകത്ത് അറിയാം. കൊട്ടപ്പുറത്തെ സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മോഷണം നടന്നത്. ചേച്ചി ഇപ്പൊ കാണിച്ച ശരിയാണോ? അല്ല, നമ്മൾ ചോദിക്കാൻ പോയേട്ടാ. ചേച്ചി ചോദിച്ചോണ്ട് പോയി. അപ്പൊ ചേട്ടൻ വന്നു. എങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുടെ സെപ്പറേറ്റ് ഉള്ളൊരു മുറിക്കകത്ത് കയറി? അത് അവരുടെ മുറ്റത്ത് മറ്റേ ഈ സാധനങ്ങളെ വെക്കുന്ന മുറി, അതിന്റെ അകത്ത് കയറിയിട്ട് അവരന്ന് അവർ പുറത്തിറക്കുമെന്ന് എന്നെ വിളിച്ചപ്പോ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ? അതിപ്പോ ചേച്ചി അങ്ങോട്ട് ചെന്ന് കുപ്പി പാട്ട വെറുക്കാൻ വേണ്ടി ഒരു സ്ഥിരം വരുന്ന അങ്ങനെയാണ് ചേച്ചി ചെയ്തത്. അവര് പിടിച്ച് പുറത്തിറക്കുമായിരുന്നു. ഞങ്ങൾ ആ ഒച്ചയായിട്ടാണ് ഞാൻ വന്ന് ഞാൻ ചോദിച്ചത് എന്താണെന്ന്. നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്, അത് ചേച്ചിയാണെന്നും കൂടെ ഒന്ന് നോക്കട്ടെ. എന്തായാലും ഒരു വീഡിയോ ഉണ്ട് കയറിയ ഇവിടെ ഏരിയയില്. ഈ കലം കണ്ട, ഇവിടെ ഇരുന്ന കലവാ ദേ ഇവിടം വരെ വന്ന്. ആ ചേച്ചി ആ വീഡിയോ പറയുന്നുണ്ട്, വീട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നത് ഇവിടെ ഇരുന്ന കലവാ ദേ ഇവിടെ വന്ന്. ആ വീട്ടുകാരൻ അവിടുന്ന് വാല് തുറന്നപ്പോൾ മയത്തിൽ കയറി ഇതിനകത്ത് ഇരിക്കുക. ആക്രി എന്ന് പറയുന്നത് സാധാരണ ആക്രിക്കാർ വരുന്നത്, ആക്രിക്കാർ പുച്ഛിച്ചല്ല. ആക്രിക്കാരെന്ന് പറഞ്ഞാൽ അത് പണിയെടുത്ത് ജീവിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കും കൂടെ നാണക്കേടായത്. അവർ വരിക, ചോദിക്കുക, പൈസ തരിക, കൊണ്ടുപോകുക. ആ ഒരു സ്കീമിലാണ് പോകണത്. ഇതിപ്പോൾ അവർക്കും കൂടെ നാണക്കേടായി. ഇതിപ്പോൾ വരിക, ചോദ്യം പറച്ചിലൊന്നും ഇല്ല, വരിക, എടുക്കുക, പോവുക. എന്നിട്ട് ആക്രിക്കാരെന്നാണ് പറയുന്നത്. അവർക്കും കൂടെ നാണക്കേടാ. ഇത് മോശശ്രമം തന്നെയാണ് ഇവർ ചെയ്തത്. ഞാൻ തിരക്കിയപ്പോൾ വേറെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർ പറയുകയും ചെയ്തു ഈ ഫോട്ടോ കാണിച്ചപ്പോൾ. ഇത് വരിക, ആ മുറി കയറി ഇരുന്ന്, എന്നിട്ട് അവരൊന്ന് തുറന്നപ്പോഴാണ് കാണുന്നത്. അവർ പെട്ടെന്ന് വിട്ടേച്ചു. പക്ഷെ പിന്നെ നമുക്കത് വാച്ച് ചെയ്തത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട്. ഈ ഒരു വീഡിയോ നമ്മുടെ വാർഡ് കൗൺസിലർ നമ്മുടെ വാട്സപ്പിലിട്ടിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടതാണ്. അങ്ങനെ ഒരു ഇട്ടുകൊണ്ട് നമുക്ക് അത്ര ഉപകാരം. നമ്മുടെ വാർഡ് കൗൺസിലർ അത്രയും ഇത് ചെയ്തുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരാളെ തിരിച്ചറിയാൻ പറ്റിയത്. അത് വേറൊരു കാര്യം.